വക്കീലെ, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദീപക് ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അവൻ നിലവിലൊരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പെൺകുട്ടി അവൾ പരാതി കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. അവൾ ഉപദ്രവം നേരിട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? അത് പോലീസ്, അത് നിയമ സംവിധാനം എടുക്കേണ്ട ഇതാണ്. നമ്മളൊരു ബേസിക് ലോ മാത്രം നോക്കിയാൽ മതി. നമുക്ക് ലോ എന്ത് പറഞ്ഞാലും ബേസിക് ഇതിൽ പറയുന്നത് റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസിന് മാത്രമേ നമുക്കൊരു ചാൻസ് ഉള്ളൂ. ഈ റൈറ്റ് ഓഫ് സെൽഫ്, നമ്മളിപ്പോൾ കൊല്ലാൻ പോകുമ്പോൾ നമ്മൾ മരിക്കുന്ന ഇതിൽ നമുക്ക് കോടതിയിൽ അത് പറയാം, ഞാനത് ചെയ്തു, ഇത് കൊല്ലേണ്ടി വന്നു, അത് കോടതി പരിഗണിക്കും. വേറെ ഒന്നിനും ലോ എടുക്കാൻ ഒരു വകുപ്പും നമുക്ക് തരുന്നില്ല. അപ്പം പബ്ലിക് സ്പേസ് എന്ന് ഈ 5-7 ഇതിലേക്ക് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ എടുത്തത് മാത്രമല്ല, സാധാരണ ഏത് കുട്ടിയും ഒരു 10-9 കുട്ടികളും അവൻ ഇങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചോ, അതൊരു കോമൺ സൈറ്റാണ്. 10-9 പെണ്ണുങ്ങൾ ഇത് സഹിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ബസ്സിലും പബ്ലിക് സ്പേസ് ഉണ്ടെങ്കിൽ ഏത് കുട്ടിയും ചെയ്യുന്ന ആദ്യത്തത് ബസ്സിലെ അവരോട് പറഞ്ഞാൽ അവരത് നിർത്തി ഉടനടി പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാ ഇപ്പോഴത്തെ പോലീസ്. ഇത് 8 ഹൈവേ പോലീസിൻ്റെ ഉണ്ട്, നിങ്ങൾക്ക് 8 പോസ്റ്റിൻ്റെ നമ്പർ ഉണ്ട്, പെൺകുട്ടിയൊക്കെ ഹെൽപ്പ് ലൈൻ ഉണ്ട്. എല്ലാ 8 പോസ്റ്റിൻ്റെ മുകളിൽ വെച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് നിർത്താം. പ്ലസ് ഇതിൽ പറയാൻ പറ്റും, ഇല്ലയെന്ന് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നതെന്ന് നമ്മൾക്കിപ്പം റിമാൻഡ് റിപ്പോർട്ടോ ഒന്നും നോക്കിയല്ല. ഈ ബസ്സിൻ്റെ ഉള്ളിൽ അവിടെ CCTV ഉണ്ടായിരുന്നു, ബസ്സിൻ്റെ ഉള്ളിലെ TV-യിൽ ഇതുണ്ടായിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. മുതലാളി വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ, രാമകൃഷ്ണ നിന്റെ ബസ്സിൽ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നടന്നു എന്നല്ലേ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും ക്ലീനറും അറിയുന്നത്. അപ്പം നോക്കൂ, പെൺകുട്ടി ഇതിനെ സമൂഹ മധ്യത്തിൽ രണ്ടാമത്തത് ഇനി തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിഞ്ഞിട്ടില്ല എന്ന് ഇന്ന് തിരിഞ്ഞു. എന്തറിയാ, തൊട്ടടുത്ത കുട്ടി ഇന്ന് കംപ്ലൈന്റ് ചെയ്തു പയ്യന്നൂർ പോലീസിൽ. ആ ഷിംജിത എന്റെ ഫോട്ടോവും ഈ സോഷ്യൽ മീഡിയയിൽ എന്റെ മുഖം വന്നു, ഈ ഫോട്ടോ അനുമതിയില്ല, എന്റെ മുഖവും വന്നു, ഇതിൽ അത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റും ഇത് കൊടുത്തു 10. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റനീഷ് പറഞ്ഞതിൽ ഒന്നുണ്ട്, കണ്ടന്റ് കിട്ടുന്നില്ല, കിട്ടാൻ വേണ്ടി സെർച്ച് ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയാണ് ഇത്. ഒരു പ്രിഡേറ്ററെ പോലെ നടക്കുന്നതായിരുന്നു ഈ കണ്ടന്റ് കിട്ടാൻ. ആ കണ്ടന്റ് കിട്ടാത്ത ഇപ്പൊ 9 കണ്ടന്റും ഫെയിലിയറായി. 10ാമത്തെ കണ്ടന്റില ഇത് കിട്ടിയപ്പോഴാണ് ഇത് വന്ന്. ആ കണ്ടന്റിന്റെ ഫസ്റ്റും സക്സസ് ആയിട്ടില്ല, ഈ എഡിറ്റ് ചെയ്ത 2ാമത്തേലാണ് അടുത്ത് നിൽക്കുന്നത് എന്ന് കാണിച്ചത് എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും ഡേഞ്ചറസ്. അപ്പം എഡിറ്റ് ചെയ്യുന്ന ആരോ കൂടിയുണ്ട്, വേറെ ആളെ പിടിക്കാനുണ്ട്. ഇതൊന്നും ഒറ്റക്കല്ല. ഈ കണ്ടന്റ് റൈറ്റർ എന്നെല്ലാം പറഞ്ഞാൽ ഒന്ന് മാത്രം ആലോചിച്ചു തന്നെ എവിടെ എത്തി സ്ഥിതി എന്ന് പറഞ്ഞാൽ, മാഹി പള്ളൂരിൻ്റെ അടുത്ത് ട്രെയിനിൽ രാവിലെ 4:45 വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ റെഡ് ലൈറ്റ് 2 പിള്ളേരെ പിടിച്ചത്, ട്രെയിന് നിർത്തി. എന്താ പറയാ, ഡേഞ്ചർ കണ്ടോണ്ട് നോക്കുമ്പോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രീ ഡിഗ്രി പിള്ളേരെ ചെയ്തത്. ഈ 2 ആഴ്ച മുമ്പേ ഇലക്ട്രിക് ട്രെയിനിന്റെ മുകളിൽ കയറിയിട്ട് വരെ ഇത് റീൽസ് എടുക്കുന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ഈ കുട്ടിയുടെ ഇത് ഇതൊരു ഡേഞ്ചറസ് സിഗ്നലുവാ. ഇപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഗവൺമെന്റ് നിയമങ്ങൾ വളരെ ഇങ്ങനെ പബ്ലിക് സ്പേസ് ഇങ്ങനെ പബ്ലിക്കായിട്ട് എടുക്കുന്നില്ലേ, അതിനെല്ലാം റെസ്ട്രിക്ഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ 16 ഇയേഴ്സ് വരെ റെസ്ട്രിക്റ്റഡ് ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ തെലുങ്കാന ഇപ്പം ആലോചിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചർ എന്താന്ന് പറഞ്ഞാൽ, 1 വയസ്സുള്ള അമ്മക്ക് ഇപ്പോൾ അമ്മയും അച്ഛനൊന്നും നേരമില്ല കുട്ടികളെ നോക്കാൻ. ജനിച്ചപ്പോഴാണ് കുട്ടീൻ്റെ കയ്യിൽ ഇതാ കൊടുക്കുന്നത്, എന്നാൽ അനങ്ങാണ്ട് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടി ഇതിലായ ജൻസിയാണ് ഇപ്പോൾ ഉള്ളത്. നേപ്പാളിൽ ഇത് നിർത്തിയതേ ഓർമ്മയുണ്ടായിട്ടുള്ളൂ. റെവല്യൂഷൻ തുടങ്ങിയിട്ട് ഒരു ഗവൺമെന്റ് തന്നെ വീണുപോയി നേപ്പാൾ. ഒന്നും എളുപ്പമല്ല. ഇത് എല്ലാവരും ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ്, LSG എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ഇതിന്റെ സോഷ്യൽ എക്സ്പേർട്സും ഇതിന്റെ എക്സ്പേർട്സും ഇരുന്ന് നമുക്ക് എന്താന്ന് പുതിയ നിയമത്തെ ഇപ്പം പറഞ്ഞിട്ടില്ലേ, ഇതെല്ലാം പഴയ കാലത്ത് സൈക്കോളജി പറ്റൂല ഇതെന്ന്. അതേപോലെ ഈ പുതിയ കാലത്ത് ഇതിനെ ഡീൽ ചെയ്യാൻ, അതുകൊണ്ടാണ് 5 കൊല്ലം മുമ്പേ ആ ജഡ്ജ് പറഞ്ഞത് സോഷ്യൽ ഇതിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാന്നുള്ള ഇതിൽ നിൽക്കരുത് എന്ന് പറഞ്ഞ വാർണിംഗ് ആണ് ഇപ്പോൾ റിങ് ചെയ്യുന്നത്. സിസ്റ്റർ, ഈ സാധനത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഒത്തിരി കുട്ടികളൊക്കെ മുന്നിൽ വരുന്നില്ലേ, നടക്കും, എളുപ്പമാണോ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു നാടിന്റെ സർക്കാർ തന്നെ താഴെ പോകാൻ പോവുക. ഇത്
എളുപ്പമാണോ അങ്ങനെ? അതായത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ ജനറേഷനോട് ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഇല്ലാതെ ജീവിക്കാൻ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അവര് നമ്മളെ വെടിവെച്ച് പോലും നമുക്ക് ചിന്തയിൽ പോലും നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ പറയുന്ന ഒരു സ്മാർട്ട് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന രീതിയിൽ ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ, ഞങ്ങൾ കൗൺസിലിംഗിൽ അതാണല്ലോ ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുത്താൽ ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, നമ്മളിപ്പോ ഓൾഡ് ജനറേഷൻ എടുത്ത് നോക്കിയാലും യങ്ങർ ജനറേഷൻ എടുത്ത് നോക്കിയാലും ഓൾഡ് ജനറേഷൻ യങ്ങർ ജനറേഷനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. അപ്പൊ ഈ യങ്ങർ ജനറേഷന് കിട്ടേണ്ട ഒരു സ്നേഹവും കരുതലും പരിഗണനയും ഒക്കെ കിട്ടണമല്ലോ. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ റെക്കഗ്നിഷനാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് കൗൺസിലിംഗിൽ വരുന്ന പിള്ളേർ പോലും പറയും, സിസ്റ്റർ എന്റെ പിന്നെ കൂട്ടുകാരന് ഇൻസ്റ്റയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്കത്ര ഇല്ല, അതുകൊണ്ട് പിന്നെ എനിക്കൊരു സുഖം തോന്നുന്നില്ല, എനിക്കൊരു ഡിപ്രഷൻ പോലെ തോന്നുന്നത്, എന്നെ ആർക്കും ഇഷ്ടമില്ല കണ്ടോ എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളാണോ എന്ന് അവൻ തീരുമാനിക്കുന്നത് അവന്റെ ഇൻസ്റ്റയിലുള്ള ഫോളോവേഴ്സിന്റെ ഫേസ്ബുക്കിലുള്ള അവന്റെ ഫ്രണ്ട്സിന്റെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പൊ സോഷ്യൽ റെക്കഗ്നിഷന്റെ മാനദണ്ഡം ഇന്ന് മാറി. ഇവന് ലൈഫിൽ കിട്ടുന്ന ഒരു അച്ചീവ്മെന്റിനേക്കാളും കൂടുതൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നിഷനാണ് കൊച്ചിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് അവർ അതിനുള്ള മാർഗങ്ങൾ നോക്കുന്നു. അപ്പൊ അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇത് അവരുടെ വിഷയമല്ല. കാരണം ഞാൻ വൈറലാകുക, അത് മാത്രമാണ് പിള്ളേർ ചിന്തിക്കുന്നത്. പിള്ളേരെന്ന് മാത്രമല്ല ഈ തലമുറ മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതാണ് അവര് നാട്ടിൽ അറിയപ്പെടുക. നാട്ടിലിപ്പോൾ നമ്മൾ പണ്ട് വീടിന്റെ പരിസരത്ത് ആളറിയുക എന്നതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ അറിയണം എന്നൊരു ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് മനഃശാസ്ത്രം എത്ര വളർന്നു കഴിഞ്ഞാൽ കാലഘരണപ്പെടാത്ത ഒരെണ്ണമാണ് അബ്രാഹം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. നമ്മളിൽ എല്ലാവരിലും ഈ സ്നേഹിക്കപ്പെടണോ അംഗീകരിക്കപ്പെടണോ എന്നൊരു ആഗ്രഹങ്ങൾ, നീഡ് ടു അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നിടത്തോളം കാലം നമ്മളിൽ ഇതിനുള്ള ഏർജുണ്ട്. കാരണം ഞാനൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുക, ഞാൻ അംഗീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പണ്ട് നമ്മളുടെ കുടുംബങ്ങളിൽ ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളായിരിക്കും സാഹചര്യം കിട്ടാനുള്ള വേദി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഈ നെട്ടോട്ടത്തിനിടയ്ക്ക് പലപ്പോഴും അത് ആർക്കും കൊടുക്കാനും വാങ്ങാനും പറ്റുന്നില്ല. അപ്പൊ അതിനുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞങ്ങൾ ഈ കൗൺസിലിംഗിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ പുതിയ ജനറേഷനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ റിയൽ, അതായത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതോ യൂട്യൂബ് ചിത്രീകരിക്കുന്നതോ അല്ല റിയൽ ലൈഫ് ഞങ്ങൾ ശരിക്കും കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങൾ കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ മനഃശാസ്ത്ര തത്വങ്ങളിലൂടെ ഒരാളെ നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്നേഹത്തിന്റെ സമീപനമാണ്. അതുകൊണ്ട് ഞാൻ പറയും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു സ്മാർട്ട് യൂസ് കൊണ്ടുവരണമെങ്കിൽ അത് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുന്നത് ഫാമിലീസ്. ആ ഫാമിലീസിൽ നിന്ന് ഇത് വരണം. തിരിച്ചു വരാം. പക്ഷേ ഈ ഷിംജിതയെ ഇപ്പം എല്ലാവരും ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദീപക് മരിക്കുന്നത് വരെ ജനം ഷിംജിതയുടെ കൂടെയായിരുന്നു. ഇവനെതിരെയുള്ള വലിയ അറ്റാക്കാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് ഇവളിലേക്ക് മാത്രം നമുക്ക് പോകാൻ പറ്റുമോ? ഇവളൊരു തെറ്റുകാരി എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. ഇപ്പം ഷിംജിതയുടെ മാത്രം കേസല്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ വീഡിയോ, ഈ ഷിംജിത ശരിക്കും ഒരു സൈക്കോളജി പഠിച്ച ഒരാളാണ്. അപ്പോൾ ഷിംജിത അത് കഴിഞ്ഞ് പറയുന്ന വീഡിയോ ഉണ്ട് കുറച്ച്. അതായത് ശരിക്കും ഒരു മനുഷ്യൻ്റെ, ഒരു ആണിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്നാണ് ഈ വീഡിയോ കാണിച്ച് ആ കുട്ടി അത് പ്രൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം 1-2 ദിവസം ദീപകിൻ്റെ കൂടെ നിന്നിട്ട് നേരെ തിരിയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകളും വരാൻ തുടങ്ങി. അതായത് അതിനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള വീഡിയോയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ് പറയുന്നത്, ഇങ്ങനെയാണ് ഈ ചങ്ങാതി, ഇങ്ങനെയാണ് മോശമാണെന്നൊക്കെ പറഞ്ഞ് വളരെ വ്യാപകമായിട്ട് ഇപ്പം പ്രചരിക്കുന്നത്. അപ്പോൾ അതുവരെ ഇപ്പം ഈ സോഷ്യൽ ഈ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഷിംജിതയുടെ കൂടെ നിന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു, ഷെയർ ചെയ്തു, ചാനലുകളിൽ അത് വാർത്താ ഡിസ്കഷനായി, അങ്ങനെ പോയി. അപ്പം ദീപക് മരിച്ചതിന് ശേഷം ദീപക് ഇങ്ങനെ മരിച്ചു എന്ന് കഴിഞ്ഞ് അവിടെ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും അതുവരെ കേസൊന്നും എടുത്തില്ല. അതിനുശേഷമാണ് ദീപകിൻ്റെ കൂടെ നിന്നത്. ഇപ്പം നേരെ ഒരു 2 ദിവസം കഴിയുമ്പോൾ കുറെ സംഭവങ്ങൾ, കൂടുതൽ വീഡിയോകളുണ്ട്. അപ്പം വേറൊരു പെണ്ണിനെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞു. ആയുധങ്ങളിൽ അതാണല്ലോ പറയുന്നത്, ഷിംജിത പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോയുടെ സ്റ്റിൽ ഷോട്ടുകൾ വെച്ചിട്ടാണ് ഇപ്പം ഒരു പ്രചാരണം നടക്കുന്നത്.
അപ്പോൾ ഒന്ന് പ്രധാനമായിട്ട് ഇപ്പം ഷിംജിത മാത്രമേ നേരത്തെ ഇപ്പം ഈ ഇതേപോലെ പല വീഡിയോകളും വന്നായിരുന്നു. അതായത് ഭാര്യ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ, പിന്നെ മക്കൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ. അത് ശരിക്കും ചില ഭാര്യമാരൊക്കെ പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയി ഭർത്താവിനെതിരെ പറഞ്ഞിട്ടും പോലീസുകാർ കേസെടുക്കുന്നില്ല. കേസെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ തെളിവുകളില്ല. അപ്പം ഇങ്ങനെ തെളിവുകൾ ഭാര്യയുടെ ഷൂട്ട് ചെയ്തിട്ട് ഭർത്താവ് ടെലികാസ്റ്റ് ചെയ്യും, ഭർത്താവിന്റെ ഷൂട്ട് ചെയ്ത് ഭാര്യ ടെലികാസ്റ്റ് ചെയ്യും. അപ്പം പല തെളിവുകൾക്ക് വേണ്ടിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അവര് ശരിക്കും തെളിവുകൾ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കാത്തപ്പോൾ മാത്രമാണ് ഇവര് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വരുന്നത്. പക്ഷെ ഇപ്പം പുതിയ രീതി അനുസരിച്ച് ഇത് സമൂഹ മാധ്യമം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് പോലീസുകാരറിയുന്നു. അന്നേരം ആ പ്രദേശത്തെ ഏതെങ്കിലും ഒരു MLA ജനപ്രതിനിധിയോ ചെന്നിട്ട് നിർദ്ദേശപ്രകാരം അങ്ങനെ ഇപ്പൊ കേസ് എടുക്കുന്ന ഒരു ട്രെൻഡ് വരുന്നു. അല്ലാതെ ആരും പരാതി ചെയ്യുന്നില്ല. ഇപ്പം നിയമ സംവിധാനങ്ങളിൽ ആരും പോകുന്നില്ല. ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ നിയമം പര്യാപ്തമാണോ? വളരെ കുറവാണ്. എന്താ പറയുക, ഒരു വേഗ്നെസ് ഉണ്ട് ഇത്. അതുകൊണ്ടാണ് ആ ജഡ്ജ് 5 കൊല്ലം മുമ്പേ പറഞ്ഞ് ഇപ്പോൾ എത്തുമ്പം ഷിംജിതന്റെ എതിരെ ഷിംജിത ഇപ്പം ഇതെല്ലാം ഈ ഒച്ചപ്പാട് കഴിഞ്ഞാൽ ഷിംജിത പുറത്തിറങ്ങും ഒരു വക്കീലിനെ വെച്ച. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എബറ്റ്മെന്റ് ടു സൂയിസൈഡ് മാത്രം 108 ഭാരത നിയമ സംഹിതയിലെ അത്ര മാത്രം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ കുറച്ചൊരു ഇതുണ്ട്. എന്താ പറയാ, അവര് ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് അത് എൻ്റെ ഇതല്ല, ആത്മഹത്യ കുറിപ്പിൽ അവളെ പേരൊന്നും എഴുതി വെച്ചിട്ടൊന്നും അല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അവര് തടി തപ്പാൻ ഇതുണ്ട്. പക്ഷെ ഷിംജിതന്റെ എവിടെയാ നിയമത്തിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു കളവ് പറഞ്ഞു. ഷിംജിതക്ക് കുറെ കളവുണ്ട്. എന്താ പറയുക, വടകര പോലീസിന് ഞാൻ പരാതി ചെയ്തു എന്ന് പറഞ്ഞു. വടകര പോലീസ് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല, മറ്റേ പോലീസിൽ കൊടുത്തിട്ടില്ല, കണ്ടക്ടറോടോ ഡ്രൈവറോടോ പറഞ്ഞില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞപ്പോഴാണ് അനിയൻ ഇപ്പം മിഞ്ഞാന്ന് ഒരു കേസ് പയ്യന്നൂരിൽ ഇമെയിൽ അയച്ചത്. അല്ല, നിലവിലുള്ള സിസ്റ്റത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ള സംവിധാനം ഈ സോഷ്യൽ മീഡിയനെ ഇതാക്കാൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഇനിയിപ്പം ബാൻ ചെയ്താൽ ഈ ജെൻസി പോലെ. ഇപ്പൊ എന്റെ ഒരു ചോദ്യം, ഇതിന് എവിഡൻസ് കിട്ടണമെങ്കിൽ FB അതുപോലെ ഇൻസ്റ്റ അതുപോലെ തന്നെ യൂട്യൂബ് മറുപടി കിട്ടും. മറുപടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സോഴ്സ് പോയി ഈ മെറ്റയിലെല്ലാം അയച്ച് ചില സമയം ഇവർ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്ത സോഴ്സ് എവിടെയാ? സോഴ്സ് മെറ്റ അങ്ങല്ലേ, US. എന്നിട്ട് അവിടെ പോയി ഇവർ റിക്വസ്റ്റ് ചെയ്ത് ഇനി പ്രമാദമായ കേസാണെങ്കിൽ ഗവൺമെന്റെല്ലാം റിക്വസ്റ്റ്, സെൻട്രൽ ഗവൺമെന്റും ഇതെല്ലാം റിക്വസ്റ്റ് ചെയ്താൽ മാത്രം അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഈ സാധാ പോലെ ഷിംജിത് എടുത്ത കേസൊന്നും അവരങ്ങ് അതൊന്നും. അപ്പം ഈ വേഗ്നെസ് ഉള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇഷ്യൂ ആണ്. ഡ്രഗ്സ് പോലെ തന്നെ ഉള്ള ഒരു ഇഷ്യൂ ആണ്, ഒരു എഡിക്ഷനിലേക്ക് പോയ സാധനമാണ്. അപ്പൊ ഇതിനെ ടാക്കിൾ ചെയ്യാൻ ഡ്രഗ്സിൻ്റെ പോലെ നമ്മൾ ഈ കളിക്കുന്ന ഒരു ലേസിനെസ് കളിച്ചുകൊണ്ടാണ് ഇത് ഇത്ര സ്പ്രെഡ് ചെയ്തത്. ഇനി ഈ രണ്ടും കൂടിയിട്ട് ടാക്കിൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഫ്രം സൈക്കോളജിസ്റ്റ് ടു ഇത് സ്കൂളിൽ കമ്പൽസറി സബ്ജക്റ്റ് എല്ലാം ആക്കി പഠിപ്പിക്കേണ്ട വിധത്തിലേക്ക് മാറ്റിയാലേ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പറയുക, ഇത് ഫ്രം 1 year ദേ ആർ യൂസിങ് ദിസ് ജനറേഷൻ. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് 1 വയസ്സുള്ള കുട്ടിയാണ് ഈ ഗെയിം കളിച്ചിട്ട്. ഞങ്ങൾക്ക് പോലും ഓപ്പൺ ചെയ്യാൻ അറിയില്ല. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിയെല്ലാം ഓപ്പൺ ചെയ്യുന്ന കണ്ടാൽ എവിടെയോ പോന്നു. അപ്പൊ നിയമനിർമ്മാണം തന്നെ വേണം. അതിന് ഒരു ചെക്സ് ആൻഡ് കൺട്രോൾ, പിന്നെ പബ്ലിക് സ്പേസസ് യൂസ് ചെയ്യുന്നതിലും ഒരു ഇത് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഷിംജിത ചെയ്ത ഒരു തെറ്റെന്നാന്ന് പറഞ്ഞാൽ, ഈ 10ൽ 9 കുട്ടികൾ ഈ ഹറാസ്മെന്റ് ഇതാക്കുന്നത് പെൺകുട്ടികളിനെ, ആണുങ്ങളൊന്നുമല്ല. അത് നമ്മൾ തുറന്ന് ഞാൻ തന്നെ പറയുന്നത്. എന്താ പറയുക, 10ൽ 9. അപ്പൊ അവർക്ക് പോലും ചാൻസസ് കുറഞ്ഞു. അതാണ് ഷിംജിതന്റെ ഏറ്റവും വലിയ ഇതിന്റെ കേസിനെ കാട്ടും പെൺകുട്ടികൾക്ക് അതൊരു ബാക്ക് ഫുട്ടിലേക്ക്. ഇനി പെട്ടെന്ന് അല്ലെ റിനീഷ്, ഇനി ഒരു ഉപദ്രവം നേരിടുന്നത്, പണ്ട് ചെറിയ ക്യാമറ വെച്ചിട്ട് ഒരുത്തൻ ഉപദ്രവിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യും, ഒരുത്തിന് ആ ദേഹത്തേക്ക് കൈവെക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പം പലരും ലൈംഗിക വൈകൃതമൊക്കെ കാണിക്കുന്നതും എല്ലാ കുട്ടികൾ ഫോട്ടോ എടുക്കലുണ്ട്, വീഡിയോ എടുക്കലുണ്ട്. ഇനി അതിൻ്റെ സാധ്യത എങ്ങനെയായിരിക്കും ഈ ഒരു കേസിന് ശേഷമുള്ളൊരവസ്ഥ? ഇനിയിപ്പം ഈ ഒരു കേസിന് ശേഷം ഇങ്ങനെ ഇപ്പം ഇതേപോലെ ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ള ഒരു വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിനെതിരെ ആയിരിക്കും ഒരു സംഭവം. അത് വിശ്വസിക്കുകയാണ്, ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഭവം. ഇത് തട്ടിപ്പായിരിക്കും. നമുക്കിപ്പോൾ അഥവാ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കമൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. കാരണം ഇത് വ്യാജ വീഡിയോ ആണ്, ഇങ്ങനെയൊരു സംഭവമില്ല. കാരണം കുറേ പേര് അങ്ങനെ വീഡിയോ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. Yes. കാരണം ഇതിന്റെ ഈ ഒരു യാഥാർത്ഥ്യം എന്താണ്, ഇപ്പൊ കേസ് എടുക്കാൻ പോലും ഇപ്പൊ വക്കീൽ പറഞ്ഞ പോലെ ഇപ്പൊ പലയിടത്തും ഇത് കേസ് എടുക്കാൻ പോലും പ്രശ്നമായിരിക്കും. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശരിക്കും ഒരു നിയമനിർമ്മാണം വരാൻ സാധ്യത. നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നടത്തണം. എന്നാലും ഒരു മൊത്തത്തിൽ പോലീസുകാർക്കിടയിലും ഒരു ഇപ്പം സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നവർക്കിടയിലും ഒരു ജാഗ്രതയുണ്ടാകും. ഇതൊരു വ്യാജമാണ്, ഇതിനെ മുന്നോട്ട് ഇത് ശരിയാണോ, എത്രത്തോളം ശരിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ എന്തെങ്കിലും നടന്നാലും ഈ പീഡനം ഏറ്റുവാങ്ങുന്നതും അങ്ങനെയുള്ള കുട്ടികൾക്കും ശരിക്കും അവർക്ക് അവരുടെ പരാതി തുറന്നു പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും.